കോൺഗ്രസ് നേതാവ് കെ.വി. സുബ്രഹ്മണ്യനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സുബ്രഹ്മണ്യനും ബി.ജെ.പിയിലേക്കുള്ള വഴിയിലെന്നാണ് ലഭിക്കുന്ന സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി എം.കെ. രാഘവനെതിരായി പ്രവർത്തിച്ചെന്ന അന്നേ ആരോപണം ഉയർന്നിരുന്നു. സ്ഥാനാർത്ഥിയായ എം.കെ. രാഘവൻ തന്നെ കെ.വി. സുബ്രഹ്മണ്യനെതിരെ കെ.പി.സി.സി യോഗത്തിൽ പരാതി ഉന്നയിച്ചിരുന്നു. തുടർന്ന് വിഷയത്തിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വം കെ.പി.സി.സിക്ക് ശുപാർശ നൽകി. ഇത് രണ്ടും കൂടി പരിഗണിച്ചാണ് സുബ്രഹ്മണ്യനെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയത്. പുറത്താക്കൽ നടപടി സംബന്ധിച്ച് കെ.വി. സുബ്രഹ്മണ്യൻ്റെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. എങ്കിൽ പോലും നേരത്തെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരുന്നതായി സുബ്രഹ്മണ്യം വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ പുറത്താക്കലും ബി.ജെ.പി. അകത്താക്കലും നടക്കുന്ന വാർത്തകൾ നമുക്ക് കാണാനും കേൾക്കാനും കഴിയും. തെരഞ്ഞെടുപ്പിൻ്റെ ആലസ്യം വിട്ടുകിട്ടാൻ അല്പം സമയം വേണം, അത്രമാത്രം. വരുന്ന പഞ്ചായത്തും അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടാണ് ബി.ജെ.പി. വീണ്ടും ചാക്കുമായി ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ കച്ചവടം ഉറപ്പിച്ച പലരും വോട്ടെണ്ണൽ കഴിയാൻ കാത്തിരിക്കുകയാണ്. മുൻ എം.പിമാർ 2 പേരാണ് ഊഴം കാത്തു നിൽക്കുന്നത്. അതിലൊരാൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേരത്തെയും ബി.ജെ.പിയെ സഹായിക്കുന്നയാളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയും രഹസ്യമായി ചെയ്തുകൊണ്ടിരുന്നത് ഇനി പരസ്യമായി ചെയ്യണം, അത്രമാത്രം. ഈ നേതാവിൻ്റെ മണ്ഡലത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥികളാണ് കൂടുതലും ജയിക്കുന്നത്. അവരുടെ പകുതി പോയിട്ട് 4-1 പോലും കോൺഗ്രസ് ജയിക്കില്ല. പക്ഷേ ഈ നേതാവ് പാർലമെൻറ്റിലായാലും നിയമസഭയിലായാലും മത്സരിക്കുമ്പോൾ ആ ഡിവിഷനുകളിൽ ഭൂരിപക്ഷം നേതാവിനാണ്. പണ്ട് ഇതെല്ലാം കോൺഗ്രസ് വിജയിച്ചുകൊണ്ടിരുന്ന ഡിവിഷനുകളാണെന്ന് ഓർക്കണം. ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം പണ്ടുള്ളവർ പറയുന്നത് അമ്മ വീട്ടിൽ ഊട്ടിയും അച്ചി വീട്ടിൽ ഉറക്കവുമെന്ന്. ഇത് അവസാനിപ്പിക്കണം, എങ്കിലേ കോൺഗ്രസ് പ്രസ്ഥാനം രക്ഷപ്പെടൂ. ബി.ജെ.പിയിലേക്കുള്ള വണ്ടി കാത്തു നിൽക്കുന്നവരൊക്കെ എത്രയും വേഗം പോകണം. താമസിച്ചാൽ ചിലപ്പോൾ സീറ്റ് കിട്ടില്ല. സീറ്റ് കിട്ടിയില്ലെങ്കിൽ കമ്പിയിൽ തൂങ്ങിക്കിടക്കേണ്ടി വരും. ഒരുപാട് ദൂരം പോകേണ്ടതാണ്. അതുകൊണ്ട് എത്രയും വേഗം വണ്ടിക്ക് കൈ കാണിക്കണം.